രാജ്യത്തെ പ്രധാന പ്രശ്നമായാണ് തൊഴിലില്ലായ്മയെ വിലയിരുത്തുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് കരുതിയാൽ പലപ്പോഴും മൂലധനം വലിയ പ്രശ്നമാകും. എന്നാൽ ഒരു രൂപ പോലും സ്വന്തമായി കയ്യിലില്ലാത്തവർക്കും ലക്ഷങ്ങൾ മുതൽ മുടക്കി ബിസിനസ് സംരംഭം ആരംഭിക്കാനുള്ള മാർഗം നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി നിലവിലുണ്ട്. മുമ്പ് PMRY എന്ന പേരിൽ സ്വയം തൊഴിലിനായി വായ്പകൾ ലഭിച്ചിരുന്നു. ചെയ്യുന്ന ബിസിനസ്സാണ് ഈടായി നൽകേണ്ടിയിരുന്നതെന്നും മറ്റീടുകൾ ആവശ്യമില്ല എന്നുമായിരുന്നു അന്നും നിയമം. എന്നാൽ ജാമ്യം നൽകാതെ വായ്പ നൽകാൻ അൽക്കാലത്ത് പല ബാങ്കുകളും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മുദ്രാ ലോൺ പദ്ധതിയിലൂടെ മറ്റൊരു ഈടുമില്ലാതെ തന്നെ ബാങ്ക് വായ്പ ലഭിക്കും. കേന്ദ്ര സർക്കാരാണ് ബാങ്കുകൾക്ക് തിരിച്ചടവ് ഗ്യാരണ്ടി നൽകുന്നത്. ഇപ്പോൾ മുദ്രാ ലോൺ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് മുദ്രാ ലോണിൻ്റെ വായ്പാ പരിധി ഉയർത്തിയതോടെയാണ്. 20 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ വഴി സംരംഭകർക്ക് ലഭിക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. കാർഷികേതര സംരംഭങ്ങളെ സഹായിക്കുന്നതിനും ചെറിയ വ്യവസായ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് മുദ്രാ ലോൺ. പ്രധാനമന്ത്രി മുദ്രാ ലോൺ യോജന എന്നാണ് പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയുടെ കീഴിൽ സംരംഭകന് ഇനി മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും. നേരത്തെ 10 ലക്ഷം രൂപയായിരുന്നു വായ്പാ തുക. വായ്പയുടെ 35% സബ്സിഡിയും ലഭിക്കും. പദ്ധതിയുടെ കാലാവധി 5 വർഷമാണ്. ഈ പദ്ധതിയിൽ പലിശ നിരക്കുകൾ ഓരോ ബാങ്കുകൾക്കനുസരിച്ച് മാറും. ചെറുകിട വ്യവസായ സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 2015 മുതലാണ് മോദി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. വായ്പ നൽകുക മാത്രമല്ല ഈ പദ്ധതിയിലൂടെ നടക്കുന്നത്, സബ്സിഡിയും അനുവദിക്കുന്നുണ്ട്. ഉപയോക്താക്കളെ സ്വയം പര്യാപ്തരാക്കാനും പദ്ധതി സഹായകരമാകും. ശിശുവായ്പ, കിഷോർ വായ്പ, തരുൺ വായ്പ എന്നിങ്ങനെ 3 തരത്തിലുള്ള വായ്പകൾ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. ഓരോ വായ്പകളും നിങ്ങളുടെ ബിസിനസ് ആശയങ്ങൾക്കനുസരിച്ച് മാറാം. മുദ്രാ ലോണിന് ജാമ്യ വസ്തു നൽകേണ്ടതില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ സംരംഭം തുടങ്ങാൻ മാത്രമല്ല, ചെറുകിട ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനും ലോൺ ലഭിക്കും. വളരെ ലളിതമായ നടപടിക്രമങ്ങളാണ് മുദ്രാ ലോൺ ലഭിക്കാനായി ഉള്ളതെന്നും മറ്റൊരു പ്രത്യേകതയാണ്. മുദ്രാ ലോൺ ലഭിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. വായ്പയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിരിക്കരുത് എന്നതാണ് ആദ്യ വ്യവസ്ഥ. ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള കൃത്യമായ ആശയം ഉണ്ടായിരിക്കണം. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾക്ക് അപേക്ഷിക്കാം. ഒറ്റയ്ക്കോ സംഘമായോ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അപേക്ഷിക്കാം. വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ്, നിലവിലെ മൊബൈൽ ഫോൺ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, താമസ സർട്ടിഫിക്കറ്റ്, ബിസിനസ് ലൈസൻസ് തുടങ്ങിയവയാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകൾ. വായ്പയെടുക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് സന്ദർശിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും വായ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടുന്നത്. തുടർന്ന് വായ്പയുടെ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകുകയും ആവശ്യമായ രേഖകളുടെ ഫോട്ടോ കോപ്പി അപേക്ഷാ ഫോറത്തിനൊപ്പം നൽകുകയും ചെയ്യണം. നിങ്ങൾ സമർപ്പിച്ച രേഖകൾ ബാങ്ക് പരിശോധിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. വായ്പ ലഭിക്കാൻ നിങ്ങൾ യോഗ്യരെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കകം വായ്പ അനുവദിക്കുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കുമായി നിങ്ങൾ തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യണം.